ആചാരപ്പെരുമയിൽ പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പിക്കുകയാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഓണവില്ല് സമർപ്പണം. ഐതിഹ്യവും ആചാരവും സമന്വയിക്കുന്ന ഓണവില്ലുകൾ തിരുവനന്തപുരം കരമനയിലെ ഓണവില്ല് കുടുംബമാണ് തയ്യാറാക്കിയത്. പത്മനാഭസ്വാമിയുടെ ചിത്രത്തിൽ 3 അടി വലുപ്പത്തിൽ നിർമ്മിച്ച അനന്ത ചൈതന്യ വില്ലാണ് ഇത്തവണത്തെ പ്രത്യേകത. PR പ്രവീണ നൽകും വിവരങ്ങൾ. പ്രവീണ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ല് ചടങ്ങിന് തുടക്കമാവുന്ന എപ്പോഴാണ് അതിന് കൃത്യമായി ഇത് ചടങ്ങ് തുടങ്ങുക? ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെ? അതിന് മുൻപായിട്ട് PR പ്രവീണയ്ക്ക് നല്ലൊരു തിരുവോണ ദിന ആശംസകൾ നേരുകയാണ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. തിരുവോണദിന ആശംസകൾ എല്ലാവർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ല് സമർപ്പണം എന്ന് പറയുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം എടുത്താണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. 6 ജോഡി വില്ലുകളാണ് ഇത്തവണ നൽകുന്നത്. അത് ഈ വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 3 ദിവസം പൂജ ചെയ്യും. അതിനുശേഷമാണ് ഇത് കൊട്ടാരത്തിലേക്ക് തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് മാറ്റുന്നത്. ഇത് തയ്യാറാക്കുന്നതൊക്കെ ഒരു കുടുംബമുണ്ട്. അവർ വലിയ തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനൊരു ഐതിഹ്യം കൂടിയുണ്ട്. പാതാളത്തിലേക്ക് പോകുന്നതിന് മുൻപ് മഹാവിഷ്ണുവിനോട് വാമനാവതാരം പൂണ്ട മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, ദശാവതാരങ്ങളെല്ലാം തനിക്ക് ദർശിക്കാനാകുമോ എന്നുള്ളത്. അങ്ങനെ നൽകിയ ഉറപ്പിന്മേലാണ് ഈ ദശാവതാരങ്ങളെല്ലാം ആലേഖനം ചെയ്തത്. ഓരോ വർഷവും കാണിക്കാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഈ ഒരു വില്ല് എന്നുള്ള ഓണവില്ല്. അത് ദശാവതാരം വരയ്ക്കുന്ന വില്ലാണ്. അപ്പോൾ ആ വില്ലുകൾ കണ്ടുകൊണ്ടാണ് തിരുവോണ നാൾ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആചാരവും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു ചടങ്ങ് കൂടിയാണ്. ആ കുടുംബക്കാർ, കരമനയിലെ ഈ ഓണവില്ല് കുടുംബക്കാർ രാവിലെ 4:30 തന്നെ ഇവിടെ എത്തി വില്ല് സമർപ്പിക്കുന്നതിന് അകത്തേക്ക് പോയിട്ടുണ്ട്. അകത്തെ ചടങ്ങുകളിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഇതെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 7 മണി കഴിയുന്നതോടെ അവർ പുറത്തേക്ക് വരും. അതൊരു ചടങ്ങാണ്. അത് കഴിഞ്ഞ് ഈ വില്ല് ഈ രാജകുടുംബാംഗങ്ങൾക്ക് കൈമാറും. ഒരു വർഷത്തോളം അതവിടെ വിശ്രമിക്കുകയും ചെയ്യും. അതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്നാണ് ഓണവില്ല് സമർപ്പണം. PR പ്രവീണയാണ് തിരുവനന്തപുരത്തു നിന്നും വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.